സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ലപോലെ ചിന്തിക്കണം ഈ വിഷയം. ഒരാൾ യഥാർത്ഥ മുസ്ലിമാണോ, പരിശുദ്ധ ഖുർആൻ അംഗീകരിക്കുന്ന ആളാണോ, വിശ്വാസം രൂഢമൂലമായ ആളാണോ, ഖുർആൻ പറഞ്ഞ കർമ്മങ്ങളിലേക്ക് അയാൾ കടന്നു വന്നാൽ ഈ ഭൂമി ലോകത്തവൻ രക്ഷപ്പെടുന്നു, ബർസഖിയായ ലോകത്തവൻ രക്ഷപ്പെടുന്നു, പാരത്രിക ലോകത്തവൻ രക്ഷപ്പെടുന്നു. വിഷയത്തിന്റെ അകക്കാമ്പ പറയുന്നത് 2-3 ഉദാഹരണങ്ങളെ നമ്മൾ പറയൂ. അത് പറഞ്ഞു കഴിഞ്ഞാൽ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ പറയും. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഒരാൾ ഖുർആൻ പറഞ്ഞ കാര്യങ്ങളിലേക്ക്, കർമ്മങ്ങളിലേക്ക് അവൻ ശ്രദ്ധ പതിപ്പിച്ചാൽ അവനെ എല്ലാ ഘട്ടത്തിലും ഖുർആൻ രക്ഷയായി നിലനിൽക്കുകയാണ്. എന്താ പ്രധാനമായി പറഞ്ഞ അമൽ? ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അല്ലാഹു പഠിപ്പിക്കുകയാണ്, വയഖീമൂന നിസ്കാരം നിലനിർത്തുന്ന ആളുകൾ. വിശ്വാസിയായാൽ പിന്നെ അടുത്തതയാൾ ചെയ്യേണ്ടത് കർമ്മങ്ങളിൽ നിസ്കാരമാണ്. എന്തിനേറെ ഒരാൾ അസറിന്റെ സമയത്ത് മുസ്ലിമായി, എന്തിനേറെ വേണ്ട മഗ്രിബിന്റെ സമയത്ത് ഒരാൾ മുസ്ലിമായി. എന്നാൽ അയാൾക്ക് മഗ്രിബ് നമസ്കാരം നിർബന്ധമാവുകയാണ്. അയാൾ നിസ്കാരത്തെക്കുറിച്ച് പഠിച്ചിട്ട് പോലുമില്ല, എന്നാലും അറിയുന്ന പോലെ അയാൾ നമസ്കരിക്കണമെന്നാണല്ലോ ശരീഅത്ത്, പഠിച്ചു നമസ്കരിക്കണമെന്നാണല്ലോ ശരീഅത്ത് പഠിപ്പിക്കുന്നത്. ശ്രദ്ധിക്കൂ നിങ്ങൾ, ഇത്ര ഗൗരവമുള്ള വിഷയമാണല്ലോ നമസ്കാരം. എന്തിനേറെ വേറെ എല്ലാ അമലുകൾക്കും പരിഹാരമാർഗങ്ങൾ അല്ലാഹു പഠിപ്പിച്ചിട്ടുണ്ട്. നിസ്കാരത്തിന് പരിഹാരമാർഗം അല്ലാഹു പഠിപ്പിച്ചിട്ടില്ല. ഒരാൾക്ക് നിൽക്കാൻ കഴിയില്ലേ, ഇരുന്ന് നമസ്കരിക്കാം. ഇരിക്കാൻ കഴിയില്ലേ, കിടന്ന് നമസ്കരിക്കാം. കിടന്നിട്ടും അയാൾക്ക് അവയവങ്ങൾ കൊണ്ട് നമസ്കരിക്കാൻ കഴിയുന്നില്ലേ, കണ്ണിന്റെ ഹിമ വെട്ടിക്കൊണ്ട് നമസ്കരിച്ചാലും മതി, മനസ്സിൽ നമസ്കാരം നിർവഹിച്ചാലും മതി. അതായത് റൂഹ് ശരീരത്തിലുണ്ടായിരിക്കെ ഒരു ചെറിയ ബോധമുണ്ടോ അവന്, ബോധം നഷ്ടപ്പെട്ടു പോയിട്ടില്ലയോ, നിസ്കാരം നിർബന്ധമാണെന്ന് പരിശുദ്ധമായ ശരീഅത്ത് പഠിപ്പിച്ചത്. നിങ്ങൾ ചിന്തിക്കൂ എന്റെ സഹോദര, എന്താ ഇത്ര ഗൗരവമായി പരിശുദ്ധ ഖുർആൻ ഈ കാര്യം ഉണർത്താൻ കാരണം? ഒന്നുമല്ല, നിസ്കാരം ഭൂമിയിൽ അവന് രക്ഷാ കവചമായി മാറുകയാണ്, ഖബറിൽ അവന് രക്ഷയാണ്, നാളെ മഹ്ശറിലും നിസ്കാരം അവന് രക്ഷയാണ്. ഭൂമി ലോകത്ത് രക്ഷയാണോ? രക്ഷയാണെന്നല്ല, ആധുനിക ശാസ്ത്രം ഇപ്പൊ പറയുന്നത് മനുഷ്യന്റെ ആരോഗ്യം നിലനിർത്തുന്നതിൽ ഏറെ പങ്ക് വഹിക്കാൻ നമസ്കാരത്തിന് കഴിയുമെന്നാണ്. ഞാൻ ഏറെയൊന്നും സംസാരിക്കുന്നില്ല. ഏകദേശം 1.5 കൊല്ലം മുമ്പ് വയനാട്ടിലുണ്ടൊരു ഷുഗർ ചികിത്സക്ക് പ്രസിദ്ധനായ ഒരു ഡോക്ടറുണ്ട്. വയനാട്ടിലുണ്ട് ഷുഗർ ചികിത്സക്ക് പ്രസിദ്ധനായ ഒരു ഡോക്ടർ. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടൊരു ചെറിയ ഉദാഹരണം പറയുകയാണ് ഞാൻ നിങ്ങളോട്. ഷുഗർ രോഗത്തിന് അയാളുടെ ചികിത്സ ഏറെ ഫലപ്രദമാകുന്നുവെന്ന് ഒരുപാട് ആളുകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇൻസുലിൻ എടുത്തിരുന്ന ആളുകൾ പോലും ഇൻസുലിൻ നിർത്തിയിട്ടുണ്ട് അയാളുടെ ചികിത്സ കൊണ്ടെന്ന് പറയുന്നതും ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ അയാൾക്ക് പരസ്യം നടത്തിയല്ല. ഞാനും വന്ന് അതാരാണ് എന്ന് എന്നോട് ചോദിക്കുകയും ചെയ്യേണ്ട നിങ്ങൾക്കൊക്കെ അറിയുമായിരിക്കും. ചികിത്സിക്കുന്ന ആളുകളും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാകും. അയാൾ പറഞ്ഞത് 10 എക്സസൈസ് ജീവിതത്തിലൊന്നും നിലനിർത്തിയാൽ ഷുഗർ എന്ന രോഗത്തെ ശരീരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയുമെന്നാണ്. ഷുഗർ മാറ്റി നിർത്താൻ കഴിയും. അതിൽ ഒരു എക്സസൈസ് ഇയാൾ പറഞ്ഞത് ശ്രദ്ധിക്കണം. അതിൽ ഒന്ന് പറഞ്ഞത് കൈയിന്റെ വിരലുകൾ ഇടക്കിടക്ക് മടക്കുകയും നിവർത്തുകയും ചെയ്തുകൊണ്ടിരിക്കുക. എന്നാൽ ഷുഗർ കാലപ്പഴക്കം ചെന്ന് കൈയിന്റെ നാഡി ഞരമ്പുകളിലേക്കുള്ള രക്തോട്ടം നിന്നു പോകുന്നതില്ലാതെയാക്കാൻ കഴിയും. വുളൂ ചെയ്യുമ്പോൾ നമ്മളെന്താ ചെയ്യണത്? വുളൂ ചെയ്യുന്ന സമയത്ത് കൈയിന്റെ വിരലുകൾ മടക്കുകയും നിവർത്തുകയും ചെയ്യുകയാണ്. ശ്രദ്ധിക്കണം. ഭൗതിക നേട്ടം ഞാൻ പറയുന്നു. ഖുർആൻ രക്ഷാകവചമാണ് ആർക്ക്? മുഅ്മിനിന് രക്ഷാകവചമാണ് വിശ്വാസിക്ക്. ഖുർആനിൽ അചഞ്ചലമായി വിശ്വസിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചയാൾക്ക് പരിശുദ്ധ ഖുർആൻ രക്ഷാകവചമായി മാറുകയാണ്. ഇവിടെ ഈ ലോകത്ത്, ബർസഖിയായ ലോകത്ത്, നാളെ പാരത്രിക ലോകത്ത്, 3 ലോകങ്ങളിലും വിശ്വാസിക്ക് മാത്രമേ രക്ഷാകവചമായി മാറുന്നുള്ളൂ. ഇയാൾ പറഞ്ഞത് കൈയിന്റെ വിരലുകൾ ഇടക്കിടക്ക് മടക്കുകയും നിവർത്തുകയും ചെയ്തുകൊണ്ടിരിക്കണമെന്ന്. ഞാൻ ചിന്തിച്ചുപോയി 5 നേരങ്ങളിലായി 15 തവണ നിർബന്ധമായ നിസ്കാരത്തിന് വുളൂ ചെയ്യുന്ന ആളാണെങ്കിൽ
അയാൾ വിരലുകൾ മടക്കുകയും നിവർത്തുകയും ചെയ്യുന്നുണ്ടാവും. ചിന്തിക്കൂ നിങ്ങൾ, ഭൗതികമായി രക്ഷയുടെ വഴിയിലേക്കാണ്, രക്ഷയുടെ മാർഗത്തിലേക്കാണ് പരിശുദ്ധ ഖുർആൻ നമ്മെ ക്ഷണിച്ചത്. എന്നിട്ടോ അയാൾ ഒരു എക്സസൈസ് പറഞ്ഞു. ഒരു എക്സസൈസ് മുമ്പ് പറഞ്ഞെന്താ അറിയാം? ഈ 10 എണ്ണത്തിൽ ഒരു എക്സസൈസ്, മടങ്ങി നിവരുക. ഞാൻ പറഞ്ഞെന്താ അറിയോ? വല്ല പ്രയാസം തോന്നുകയാണെങ്കിൽ മുട്ടിൽ കൈ വെക്കണതിന് കുഴപ്പമൊന്നുമില്ല. മടങ്ങി നിവരാ. വലിയ പ്രയാസം തോന്നുകയാണെങ്കിൽ ആ ചികിത്സ തേടുന്ന ആരെങ്കിലും ഈ സദസ്സിലുണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ പറയണ്ടോ? ആദ്യം പോയി അതിലൊരു എക്സസൈസ് അങ്ങനല്ലേ? ഇയാൾ പറഞ്ഞെന്താ അറിയോ? ഊരയിലെ പേശികളെ ഇത് ശക്തമാക്കാൻ സഹായിക്കുന്നു. കഴിച്ച ഭക്ഷണത്തിന്റെ ഊർജം ശരീരത്തിൽ. കാരണം എന്താ പറയുക? ഇത് സൃഷ്ടിച്ച റബ്ബിനെ ഉറപ്പല്ലേ നമ്മളൊക്കെ. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ മൊബൈൽ വാങ്ങുമ്പോൾ മൊബൈലിന്റെ കൂടെ നിങ്ങൾക്ക് കാറ്റലോഗ് കിട്ടാറുണ്ട്. എന്താ കാറ്റലോഗ്? അതെങ്ങനെയാണ് സുരക്ഷിതമായി ഉപയോഗിക്കുക എന്ന നിർദ്ദേശമാണ്. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ ശരീരം സൃഷ്ടിച്ച റബ്ബിനല്ലാതെ ഈ ശരീരത്തിന്റെ ആരോഗ്യം നിലനിർത്താൻ എല്ലാ കാലത്തും ഇതിന്റെ രക്ഷയുടെ വഴി പറഞ്ഞു തരാൻ മറ്റൊരാൾക്കും കഴിയില്ലെന്റെ സഹോദര. വിഷയം വളരെ ദീർഘമാണ്. ചില വിഷയത്തേക്ക് ഞാൻ കടന്നു വരും സമയമുണ്ടെങ്കിൽ. അല്ലെങ്കിൽ ഞാൻ ഓരോ കാര്യം പറയണ്ട. അതാ ഞാൻ പറഞ്ഞത്, ചില ഉദാഹരണം മാത്രമേ ഞാൻ പറയൂ. അള്ളാഹു ബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 10 എക്സസൈസായി ഇയാൾ പറഞ്ഞത്. മറ്റൊരു എക്സസൈസും ഈ സുജൂദില്ലേ, നമ്മൾ സുജൂദിനെ കുറിച്ച് ശാസ്ത്രലോകം പറഞ്ഞാൽ അറിയാം. സുജൂദിൽ തലച്ചോർ എല്ലാ ദിവസവും കൃത്യമായി സുജൂദ് ചെയ്യുന്ന ആളാണെങ്കിൽ അയാൾക്ക് ഓർമ്മക്കുറവ് സംബന്ധമായ രോഗം വരാൻ സാധ്യതയില്ല. ഖുർആൻ വിശ്വാസിയുടെ രക്ഷാകവചം. ശ്രദ്ധിക്കണം, ഞാൻ വിഷയം ഞാൻ പറയും എങ്ങനെ വിശ്വാസിക്ക് രക്ഷാകവചമാകുന്നുവെന്ന്. ഈ ശാസ്ത്രലോകം പറയുന്നത് അവരുടെ അധ്യാപന പ്രകാരം എല്ലാ ദിവസവും സുജൂദ് ചെയ്യുന്ന ആളാണോ, നെറ്റിത്തടം കുനിഞ്ഞു നിൽക്കുന്ന ആളാണോ, അതായത് തല ഉടലിനേക്കാളും ഹൃദയത്തെക്കാളും താഴ്ഭാഗത്തേക്ക് തല താഴ്ത്തുന്ന ആളാണോ, അയാൾക്ക് ബ്രെയിൻ സംബന്ധമായുള്ള രോഗം വരാൻ സാധ്യതയില്ല. ഓർമ്മക്കുറവ് പോലെയുള്ള രോഗം വരാൻ സാധ്യതയില്ല. ഭൗതിക ശാസ്ത്രം പറയുന്നത് ഓർമ്മക്കുറവ് പോലെയുള്ള രോഗം വരുന്നത് എന്തുകൊണ്ടാ? ബ്രെയിനിലേക്ക് പ്രായമാകുമ്പോൾ ബ്രെയിൻ ചുരുങ്ങിപ്പോകുന്നത് കൊണ്ടാണ്. തലച്ചോറ് ചുരുങ്ങിപ്പോകുന്നത് കൊണ്ട്. തലച്ചോറ് എങ്ങനെയാ ചുരുങ്ങിപ്പോകുന്നത്? അതിന്റെ എല്ലാ ഭാഗത്തേക്കും രക്തോട്ടം എത്താത്തത് കൊണ്ടാണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ, പഴയ മോട്ടോർ വെച്ച് വെള്ളടിച്ച മാതിരിയാണ്. മോട്ടർ എത്ര പഴകുന്നവോ മെഷീൻ എത്ര പഴകുന്നവോ അതിനനുസരിച്ച് ഫോഴ്സ് കുറഞ്ഞു പോകും. അതേപോലെ നമുക്ക് പ്രായമാകുന്നതനുസരിച്ച് ഹൃദയത്തിൽ നിന്നുള്ള ബ്ലഡ് സർക്കുലേഷൻ, അതായത് ഹൃദയത്തിൽ നിന്ന് രക്തം പമ്പ് ചെയ്താൽ അത് ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന പ്രക്രിയക്ക് ക്ഷീണം സംഭവിച്ചുകൊണ്ടിരിക്കും. സുജൂദ് കൃത്യം ചെയ്യുന്ന ആളാണോ ഓർമ്മക്കുറവ് വരൂല. എന്താ കാരണം? സുജൂദ് ചെയ്യുമ്പോൾ തല താഴ്ഭാഗത്തും ഹൃദയം മേൽഭാഗത്തുമാകും. അങ്ങനെയല്ലേ സുജൂദ് ചെയ്യല്? അല്ലേ? തുവക്കുന്നിൽ എങ്ങനെ സുജൂദ് എനിക്കറിയില്ല. അങ്ങനല്ലേ? തല താഴെയും ഹൃദയം മേലെയും. ഹൃദയം മുകളിലാകുമ്പോ ഞങ്ങളോട് ചോദിക്കട്ടെ, താഴെ നിന്ന് മേലോട്ട് വെള്ളം പമ്പ് ചെയ്യലാണോ, മുകളിൽ നിന്ന് താഴേക്ക് വെള്ളം പമ്പ് ചെയ്യലാണോ എളുപ്പം? മുകളിൽ നിന്ന് താഴത്തേക്ക്. ഹൃദയം മുകളിലാവുകയും ശിരസ് താഴെയാവുകയും ചെയ്യുമ്പോ ഈ രക്തം തലച്ചോറിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിച്ചേരാൻ സഹായിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണ്. റബ്ബിനെ പറഞ്ഞാതല്ലോ തലൊന്ന് കുനിച്ചു നിർത്തണം. പക്ഷെ റബ്ബ് പറഞ്ഞെന്താ? നിസ്കാരത്തിന്റെ ഒരു നിബന്ധനയാണ് അടങ്ങി താമസിക്കണമെന്നത്. സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി, സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി, സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി. 3 തവണയെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ചൊല്ലൽ സുന്നത്താണ്. ചൊല്ലൽ സുന്നത്താ. കൂട്ടിയാൽ 11 ആകാം. 11 പ്രാവശ്യം ചെയ്യാം. പക്ഷേ സാധാരണ നീട്ടി നിസ്കരിക്കൽ തൃപ്തരായ ഒരു സമൂഹത്തിൽ അങ്ങനെ ചെയ്യാം. അല്ലാതെ മറ്റു പല തിരക്കുകളുമുള്ള ആളുകൾ പങ്കെടുക്കുന്ന സ്ഥലങ്ങളിൽ അങ്ങനെ ജമാഅത്തുകളിലൊന്നും ചെയ്യരുത്. ആളുകൾക്ക് ബുദ്ധിമുട്ടാകുമെന്ന് കരുതിയിട്ട്
നിങ്ങൾ ചിന്തിക്കൂ, അല്ലെങ്കിൽ 11 വട്ടം ചൊല്ലാമത് ചൊല്ലിക്കഴിഞ്ഞാലോ സജദ വജ്ഹിയ ലില്ലദീ ഖലഖഹു വസവ്വറ വശഖ സമഹു വബസറ ബിഹൗലിഹി വഖുവതി